കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഫൈൻഡ് all points of discontinuity. F of x അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 3 മൈനസ് 2x 6x പ്ലസ് 2. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു -3 ആണ്. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആണ്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്ന് റീഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് -3 താഴോട്ടാകുമ്പോൾ, അതായത് -3 ആണെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് താഴോട്ട് വരുന്ന അവസരങ്ങളിലെല്ലാം ഈ ഫംഗ്ഷൻ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും ഇവിടെ വരുന്നത്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? -x + 3 ആയിരിക്കും. ഇപ്പോഴാണ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 -2x ഈസ് ഈക്വൽ ടു ഇഫ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുന്നത്. അടുത്ത ഫംഗ്ഷൻ 6x + 2 ആണ്. എപ്പോഴാണ്? ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ റീഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എവരിവെയർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ പോയിന്റിലും ഈ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. വെൻ x ലെസ് ദാൻ ഈക്വൽ ടു -3 f of x ഈസ് ഈക്വൽ ടു -x + 3. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണത്? കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് വെൻ x ബിലോങ് ടു -3 + 3. ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എന്താണ്? f of x ഈസ് ഈക്വൽ ടു -2x ആണ്. അതും എന്ത് തന്നെയാണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതും എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇനി വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3, 3ക്ക് റൈറ്റിലെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 6x + 2 ആണ്. അതും എന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് ജംഗ്ഷൻ പോയിന്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? -3 ഉണ്ട്, +3 ഉണ്ട്. ഇവിടെ രണ്ടും നമുക്ക് കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ മുമ്പേ ചെയ്ത പോലെ എക്സ് ഈസ് ഈക്വൽ ടു -3 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ജംഗ്ഷൻ പോയിന്റ് ആണ്. അവിടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് നോക്കാം. അപ്പോൾ എക്സ് -3ക്ക് ഇമീഡിയറ്റ് ലെഫ്റ്റിൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 -x + 3 ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ 3 ഇവിടെ എക്സ് ടെൻസ് ടു -3 ആണ്. -3 മൈനസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ -3 കൊടുക്കാം. -3 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ -3 മൈനസും -3 പ്ലസും ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ -3 വാല്യൂന് കൊടുത്തു കഴിയുമ്പോൾ -3 + 3 എന്ന് വരും. ദാറ്റ് ഈസ് 6 എന്ന്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. -3 പ്ലസ് ആണ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -3യുടെ ജസ്റ്റ് റൈറ്റിൽ എന്താണ് ഫംഗ്ഷൻ വരുന്നത്? -2x ആണ്. അപ്പോൾ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കാണുന്നത്? ഈ എക്സ് കാണുന്നിടത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -2 × 3 ദാറ്റ് ഈസ് ഓൾസോ -6 വരും. -2x ആണ് ഇവിടെ. അപ്പോൾ -3 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ -6 ആയിരിക്കും വരാൻ പോകുന്നത്. സോറി, ഇവിടെ എക്സ് ടെൻസ് ടു -3 ആണ്. അപ്പോൾ ഇവിടെ എക്സ് കാണുന്നിടത്ത് നമ്മൾ -3 അപ്ലൈ ചെയ്താൽ -2 × -3 ദാറ്റ് ഈസ് ഓൾസോ 6. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്? 6 കിട്ടി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് 6 ആണ് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് f of -3 ഫംഗ്ഷൻ്റെ
-3 എന്ന് പറയുന്ന വാല്യൂ ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. അതിവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് -3 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -3 ഫംഗ്ഷൻ -x+3 ആണ്, +3 എന്ന് വരും. ദാറ്റ് ഈസ് ഓൾസോ 6. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -3 f(x) ലിമിറ്റും വാല്യൂവും ഈക്വലായിട്ട് വന്നു. അപ്പോൾ എന്ന് പറയാൻ സാധിക്കും f(x) ഈസ് കണ്ടിന്യൂസ് അറ്റ് x = -3. അപ്പോൾ x = -3 എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നത് -3 എന്ന് പറയുന്ന ജംഗ്ഷൻ പോയിന്റ്, അവിടെയും കണ്ടിന്യൂസ് ആണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എവിടെയാണ്? 3 എന്ന് പറയുന്ന ജംഗ്ഷൻ പോയിന്റിലാണ് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ അടുത്ത x = 3 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എടുക്കാം. അപ്പോൾ അവിടെ 3 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് നോക്കാം. ശരി, അപ്പോൾ x → 3, 3യുടെ ജസ്റ്റ് ലെഫ്റ്റിൽ ഫംഗ്ഷൻ എന്താണ്? -2x ആണ്. അതായത് 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ജസ്റ്റ് ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുക -2x ആണ്. അപ്പോൾ ഇവിടെ 3 കൊടുക്കുമ്പോൾ എന്താണ്? എക്സിന് 3 കൊടുക്കുമ്പോൾ -2 × 3 ദാറ്റ് ഈസ് -6 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് -6 കിട്ടും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് x → 3. 3ക്ക് ജസ്റ്റ് റൈറ്റിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 6x+2 ആണ്. ദാറ്റ് ഈസ് ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ട് എക്സ് കാണുന്ന നമുക്ക് 3 കൊടുത്താൽ 3 × 6 18 + 2 ദാറ്റ് ഈസ് 20 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്? വ്യത്യസ്തമായത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? therefore ലിമിറ്റ് x → 3 - f(x) നോട്ട് ഈക്വൽ ടു ലിമിറ്റ് x → 3 + f(x). അപ്പോൾ അവിടെ ലിമിറ്റ് ഇല്ല, ആ ഒരു പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? f(x) ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x = 3. അപ്പം -3ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ +3ൽ എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല എന്നാണ് നമുക്ക്. അപ്പോൾ ഇവിടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, therefore പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, ആ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? x = 3 ആണ്. ആ 3യിലെ ഫംഗ്ഷൻ ബാക്കി എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് ഓർ ഡിസ്കണ്ടിന്യൂസ്. ഫംഗ്ഷൻ്റെ ജിയോജിബ്ര ഗ്രാഫ് ഒന്ന് നോക്കാം. ആദ്യത്തെ ഈ പീസ് വൈസ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പാർട്ട്, ഇഫ് x < or = -3 അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് x+3 ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ആ ഒരു റെഡ് ഇങ്കയിൽ കാണുന്ന ഇതാണ്. അടുത്തത് സെക്കൻഡ് പാർട്ട്, -3ക്കും 3ക്കും ഇടയ്ക്ക് ഈ ഫംഗ്ഷൻ -2x ആണ്. ഈ ഫംഗ്ഷൻ്റെ വാല്യൂ -2x, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാം നീല നിറത്തിൽ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്ന ഒരു ഫംഗ്ഷനാണ്. അടുത്തത് x > or = 3 ആയിരിക്കുമ്പോൾ ഫംഗ്ഷൻ 6x+2 അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ആ ഗ്രാഫ് വരുന്നത്? നമുക്ക് കുറച്ച് ഉയരത്തിലാണിത് കാണുന്നത്. ഈ കളറിൽ കാണുന്ന ഈ ഫംഗ്ഷനാണ്. ഇനി നമുക്കിത് മൂന്നും കൂടെ ഒന്നിച്ചൊന്ന് കണ്ടു നോക്കാം. ഇത് കുറച്ച് സൂം ചെയ്താലേ അത് കിട്ടത്തുള്ളൂ. മൂന്ന് ഇതായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അപ്പോൾ നോക്കിയേ, x = -3 എന്ന് പറയുന്ന പോയിന്റ് നോക്കിയേ. x = -3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലേ എന്ന് നോക്കിയേ. ഉണ്ടാവും ഫംഗ്ഷൻ കണ്ടിന്യൂസ്, അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല. എന്നാൽ 3 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് നോക്കാം, ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് ക്ലിയർ ആണ്, ഗ്രാഫിൽ ക്ലിയർ ആണ്. ഉണ്ടാവും ഈ ഫംഗ്ഷന് 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഈ ഗ്രാഫിൽ നിന്ന് ഈ ഫംഗ്ഷനെ എല്ലാ പോയിന്റിലും ഇതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പോയിന്റ് x = 3 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Check the continuity of f(x) is equal to absolute value of x by x if x not equal to 0, 0 if x is equal to 0. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ്, ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതായത് നമുക്ക് ഈ ഫംഗ്ഷനെ ഒന്നുകൂടെ റീഡിഫൈൻ ചെയ്താൽ, അതായത് ഇപ്പം എക്സ് ഒരു നെഗറ്റീവ് സംഖ്യയാണെന്ന് വിചാരിക്കും. അപ്പോൾ നെഗറ്റീവ് സംഖ്യ ആകുമ്പോഴത്തേക്കിന്, അതായത് അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു -x ഇഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് നമുക്കറിയാം. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴത്തേക്കിന് ഈ വാല്യൂ എന്ന് പറയുന്നത് -x ആവും. -x/x എന്ന് പറയുമ്പോൾ എന്താണ്? -x/x എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇത് നമുക്ക് -1 ഇഫ് എക്സ് ലെസ് ദാൻ 0 എന്നില്ല. ഇനി ഈ ഫംഗ്ഷന് 0 ആവുന്നത് എപ്പോഴാണ്? ഈ ഫംഗ്ഷൻ 0 ആവുന്നത് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെ വരും? നമുക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. പോസിറ്റീവ് സംഖ്യയാണ് ഇവിടെ വരുന്ന സംഖ്യ, അതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ. നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് കൂടെ കൊടുക്കണം, അതാണ് നമ്മൾ ഇങ്ങനെ എഴുതാൻ കാര്യം. അപ്പോൾ ഇവിടെ 1 ആവും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ വരും. ഈ ഫംഗ്ഷൻ 1 ആവും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോഴത്തേക്ക്. ഇനി ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എല്ലാ പോയിന്റ്സിലും? ഇപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെൻ എക്സ് ലെസ് ദാൻ 0 ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് -1 കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താണ്? അത് കണ്ടിന്യൂസ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴോ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1 ആണ്. അതും ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതും എന്താണ്? അതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി 0 എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ പോയിന്റ് ആണ്. അപ്പോൾ ആ ജംഗ്ഷൻ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് പരിശോധിക്കാം. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. 0ക്ക് ഇടതുവശത്തും വലതുവശത്തും സംഖ്യകൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷന് ഡെഫിനേഷൻ ഉള്ളത്, നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ 0 മൈനസ് ആകുമ്പോഴത്തേക്കിന് എക്സിന് തൊട്ട് ലെഫ്റ്റ്, 0ക്ക് ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 ആണ്. ഇതിൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കിട്ടി -1 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0. 0യുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ദാറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇത് രണ്ടും ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. അതായത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ എടുക്കാമെങ്കിൽ ഇവിടെ ഒരു 1, ഇവിടെ ഒരു -1, 0, 1 ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഫംഗ്ഷന് എക്സിന് 0ക്ക് താഴെ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഈ ഫംഗ്ഷൻ വരാൻ. ഇനി 0ക്ക് മേളിൽ, അതായത് 0ക്ക് ശേഷം ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇവിടെ -1 ആണ്. -1 എന്ന് പറയുമ്പോൾ ഇവിടെ 1, -1 എന്ന് പറയുന്നത് ഇങ്ങനെ ഈ 0ക്ക് ലെഫ്റ്റിലേക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഈ ഫംഗ്ഷൻ്റെ വാല്യൂ -1 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു -1. ഇനി 0ക്ക് റൈറ്റിലേക്ക് എന്താണ്? ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഫംഗ്ഷൻ വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഫംഗ്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഒരിക്കലും കണ്ടിന്യൂസ് അല്ല. കാരണം 0യിലെ വാല്യൂ ഇവിടെയാണ്, 0 ഇവിടെയായിട്ടാണ് വരുന്നത്. ഈ പോയിന്റ് ഇവിടെ, ഇത് രണ്ടും കൂടെ ചേർന്നിരുന്നാലേ കണ്ടിന്യൂസ് ആകത്തുള്ളൂ. അപ്പോൾ ഇത് ഫംഗ്ഷൻ കണ്ടപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് കർവ് അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇത് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Find all points of discontinuity of f of x is equal to s³ minus 3 if x less than or equal to 2, s² plus 1
ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷന് രണ്ടോ അതിൽ താഴോട്ട് ഫംഗ്ഷൻ ഈ ഒരു പീസ് വൈസ് ഫംഗ്ഷനാണ്. രണ്ടിന് മേളിലോട്ട് ഫംഗ്ഷൻ s² + 1 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു s³ - 3 ആണ്. അതായത് എക്സ് രണ്ടോ അതിൽ താഴോട്ടാകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? s³ - 3 ആണ്. അതെന്ത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താണ്? ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് രണ്ടോ അതിന് താഴോട്ട് വരുന്ന അവസരങ്ങളിൽ ഇങ്ങനെ വരികയാണെങ്കിൽ രണ്ടെന്ന് പറയുന്നതിന് ഇങ്ങോട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്ത നമുക്ക് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ s² + 1 ആണ്. അവിടെ ഫംഗ്ഷൻ എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി 2 ഒരു ജംഗ്ഷൻ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ആ 2-ലെ കണ്ടിന്യൂറ്റിയും കൂടെ പരിശോധിക്കണം. അപ്പോൾ അവിടെ അറ്റ് ദ പോയിന്റ് എക്സ് ഈസ് ഈക്വൽ ടു 2. 2-ലെ ഒരു ജംഗ്ഷൻ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് at x is equal to 2. അവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 2 - f of x. ഇപ്പോൾ 2 - എന്ന് പറയുമ്പോൾ രണ്ടിന് ജസ്റ്റ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? s³ - 1 ആണ്. s³ - 3 ആണ്. ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 2³ - 3 that is 8 - 3 is equal to 5 എന്ന് കിട്ടും. ഇനി ലിമിറ്റ് x ടെൻഡ്സ് ടു 2 + f of x നോക്കാം. 2-ലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്നോ? ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 2 f of ഇവിടെ രണ്ട് ഇമ്മീഡിയറ്റ് റൈറ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ s² + 1 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ 2² + 1 ദാറ്റ് ഈസ് ഓൾസോ 5. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇവിടെ ഈക്വൽ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 2 f of x എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയതിൻ്റെ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന പോയിന്റിലെ ലിമിറ്റ് 5 ആണ്. ഇനി നമുക്ക് 2 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ കൂടെ ഒന്ന് നോക്കാം. 2 എന്ന് പറയുന്ന പോയിന്റിൽ x is equal to the function is s³ - 3 ആണ്. That is 2³ - 3. That is also 8 - 3 that is 5. അപ്പോൾ ഇവിടെ എന്താണ്? ലിമിറ്റ് x ടെൻഡ്സ് ടു 2 f of x is equal to f of 2 ആയതുകൊണ്ട് എന്താണ്? ഫംഗ്ഷൻ ഈസ് f of x is continuous at x is equal to 2. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ 2 അതിന് താഴോട്ടാണെങ്കിലും 2-ന് മേളിലോട്ടാണെങ്കിലും 2-ലാണെങ്കിലും ഫംഗ്ഷൻ എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂറ്റി ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് f of x is equal to x if x greater than or equal to 0, s² if x less than 0. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായ 0 ഒരു ജംഗ്ഷൻ പോയിന്റ് ആണ്. വെൻ x greater than or equal to 0 f of x is x. ഇത് വേണേൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഐഡന്റിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ത് വേണമെങ്കിലും പറയാം. അത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി വെൻ x ലെസ് ദാൻ 0 f of x is equal to s², പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതും എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി ജംഗ്ഷൻ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് 2-ലെ ലിമിറ്റ് 0-ലെ ലിമിറ്റ് ഒന്ന് നോക്കാം. അറ്റ് x is equal to 0. ജംഗ്ഷൻ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് നോക്കാം. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 - f of x. അപ്പോൾ 0-യുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? s² ആണ്. സോ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 s² എന്ന് കിട്ടും. ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ s² ആണ്. അപ്പോൾ എന്താണ്? 0 ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 0² = 0.
ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റോട് നമുക്കൊന്ന് പരിശോധിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇവിടെ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0? 0യുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂസ് എക്സ് ആണ്. അപ്പോൾ ഇതും പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന് 0, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഇനി വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ വെൻ എക്സ് ഈസ് ഈക്വൽ 0 നോക്കാം. 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എക്സ് ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ അതും എന്താണ്? അപ്പോൾ വാല്യൂ 0 എന്ന് കിട്ടും. Therefore ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. ഇത് രണ്ടും ഈക്വലായി, ലിമിറ്റും വാല്യൂ ഈക്വലായി. Therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആണ്. 0ക്ക് താഴെ മേളിൽ എവിടെ ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്തോ നമുക്ക് പറയാൻ സാധിക്കും? എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിട്ടൊരു ഫംഗ്ഷനാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഫംഗ്ഷൻ്റെ ജിയോജിബ്ര ഗ്രാഫ് നമുക്ക് നോക്കാം. ആദ്യം ഈ പീസ് വൈസ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പാർട്ട് എടുക്കാം. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് എക്സ്. നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. കണ്ടോ, പച്ച നിറത്തിൽ കാണുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അടുത്തത് വെൻ എക്സ് ലെസ് ദാൻ 0 വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഈസ് എസ് സ്ക്വയർ. എസ് സ്ക്വയർ കാണുമ്പോൾ നമുക്കറിയാം ഒരു പരാബിളയാണ്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് കണ്ടു നോക്കിയേ. നമുക്ക് 0-യിലായിരുന്നു നമുക്കൊരു ജംഗ്ഷൻ പോയിൻ്റ്. ആ ജംഗ്ഷൻ പോയിൻറ്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലേ എന്ന് നോക്കിയേ. അവിടെ ബ്രേക്ക് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് അതിന് ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല. ആ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പ്രത്യേകിച്ചും ജംഗ്ഷൻ പോയിൻ്റായ 0-യിൽ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല നമുക്ക്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.